പായസം കഴിക്കും. പായസം കഴിക്കും. പായസം നിങ്ങൾ എന്തായാലും കഴിക്കും. 3 പായസം അയ്യോ ഞാൻ ജനിച്ചിരുന്നവരെ കഴിച്ചിട്ടില്ല. ഞാൻ ഉഷാനി ഹൻസിക്കും. എന്റെ ദൈവമേ പാവം പിടിച്ചവള് നല്ലൊരു വീഡിയോ ഇട്ടതാണ് എന്നിട്ട് അത് ഏറില്ല. ഇപ്പൊ പായസമാണ് സോഷ്യൽ മീഡിയയിൽ അടുത്ത ചർച്ചാ വിഷയം. മറ്റൊന്നുമല്ല, നമ്മുടെ ദിയാകൃഷ്ണയുടെ തന്നെയാണ്. പുള്ളിയുടെ ഒരു വ്ളോഗും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓണം OYOC തൂക്കി, ഓണം OYOC തൂക്കി എന്ന് പറഞ്ഞതേണ്ടേ ഓണം ആരും തൂക്കിയിട്ടില്ല, അത് ദിയ തന്നെ തൂക്കിയത്. ഇന്ന് പായസത്തോടെ ദിയ അങ്ങ് തൂക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് കാര്യത്തിലോട്ടൊക്കെ കടക്കാം. അവരുടെ വ്ളോഗ് വന്നിട്ടുണ്ട്. ആ വ്ളോഗ് വരുമ്പോൾ അറിയാലോ, ഇവിടെ ആകുമ്പോൾ എല്ലാവരും കയറി നോക്കും. എല്ലാ ഓണത്തിന് എന്തെങ്കിലും ഒരു വെടിപുകയൊക്കെ കാണാതിരിക്കത്തില്ല, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഓക്കെ, അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്ന് സബ് ചെയ്യുമ്പോൾ ലൈക്ക് ചെയ്യുമ്പോൾ കൂട്ടത്തിൽ ഹൈപ്പും കൂടെ ഒന്ന് കൊടുത്തേക്കുക. എന്തായാലും നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. പോയി കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു വീഡിയോ കാണുന്നത് തന്നെ ജിനൂസിൻ്റെ ഒരു വീഡിയോയിലൂടെ നമുക്ക് പുള്ളിയുടെ ഒരു വീഡിയോ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു. ഞാൻ വിചാരിച്ചു ഇതിനകത്ത് എന്തുകൊണ്ടെന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് ഫുൾ കോമഡി. പിന്നെ ഞാനത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നേരെ എൻ്റെ ലോങ് വീഡിയോ മൊത്തം ഇരുന്ന് കണ്ട്, ലോങ് വീഡിയോ കണ്ടിട്ട് പിന്നെ ജിനൂസ് സെട്ടൻ്റെ പുള്ളി ഇരുന്ന് കണ്ട്, അത് പിന്നെ ചിരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പുള്ളി പിന്നെ എല്ലാവരും തമാശ രീതിയിലോട്ട് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു ഇതാണ്. എന്തായാലും വേണ്ടേ, ഇതാണ് സംഭവം. ആ ഒരു വീഡിയോ ഞാൻ വെച്ചുതരാം. അതായത് ഈ ഒരു വീഡിയോ പായസം കഴിക്കുമോ? ഞാൻ എന്തായാലും കഴിക്കും, കണ്ടോണേ. പ്രത്യേകിച്ച് പാൽപായസം. വെരി ഗുഡ്, വെരി ഗുഡ്, നല്ല കാര്യം. പിരിയും പാവം പിടിച്ചവൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ താഴെ വന്ന കുറച്ച് കമൻ്റ് ആണ്. യു ലൈക്ക് പായസം. ഐ തോട്ട് ഇൻ അനദർ വീഡിയോ ലോങ് back you mentioned that you 3 in the family hates പായസം, that's changed എന്നൊക്കെ പറഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ആൾക്കാർ എടുത്തിപ്പോൾ ട്രോളുന്നത്. കണ്ണാടി വെക്കാത്തതിൻ്റെ പ്രശ്നമുണ്ടല്ലോ ഗൈസ്. ഓക്കെ, ഇപ്പോൾ കമൻറ്റ് ഇതൊക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ എന്താ പറയുക, പായസം കാണുന്നതേ ഇഷ്ടമല്ല എന്ന് പറഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ തള്ളിയിരുന്നു എന്നൊക്കെ പറഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. ഓക്കെ, സ്വാഭാവികം. ഇതൊക്കെ വന്ന് സോഷ്യൽ മീഡിയ വന്ന് തള്ളുമ്പോൾ ആൾക്കാരെടുത്തിട്ട് കൊടുക്കും. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം, ആ തള്ളല് വീഡിയോ. ഓക്കെ, ഞാൻ ജനിച്ചിരുന്നവരെ കഴിച്ചിട്ടില്ല. ഞാൻ ഉഷാനി ഹൻസിക്കും. ടേസ്റ്റ് പോലും ചെയ്തിട്ടില്ല. പായസമാണ് ഞാൻ സത്യം പറഞ്ഞ കഴിക്കൂല, എനിക്ക് ഒട്ടും പറ്റില്ല. എനിക്ക് തിരുവനന്തപുരം നമ്മുടെ പായസവും ബോളിയും സദ്യ അങ്ങനെയാണ്. എനിക്ക് ചോറും മീൻകറിയും കരിവാട് പഴങ്കഞ്ഞി അതിന്റെയൊക്കെ ആളാണ് ഞാൻ. പക്ഷെ പായസം പറ്റൂല. ഇതാണ് കുഴപ്പം. എന്തെങ്കിലുമൊക്കെ നേരത്തെ വന്നിട്ട് തള്ളും, ഇപ്പോൾ ഇരുന്ന് മറയ്ക്കും. ഓക്കെ, പിന്നെ ഓരോ മനുഷ്യർക്കും ഓരോ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. ചിലപ്പോൾ അതുപോലെ പുള്ളിയും മാറിക്കാണുമായിരിക്കും. ഇപ്പം കുഞ്ഞൊക്കെ ആയില്ലേ, കുഞ്ഞൊക്കെ കഴിയുമ്പം എനിക്കൊന്ന് നേരത്തെ ഡയറ്റ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. നമുക്ക് അങ്ങനെ അങ്ങ് കരുതാം. എപ്പോഴും ഇങ്ങോട്ട് വന്നിട്ട് ഒരു നല്ല ദിവസമായിട്ട് ദിയാകൃഷ്ണയൊക്കെ കുറ്റം പറയുന്ന അത്ര നല്ല കാര്യങ്ങളൊന്നുമില്ല. പിള്ളേരാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി എന്നൊക്കെ ഇരിക്കും, നമ്മളങ്ങ് ക്ഷമിച്ച് കളഞ്ഞേക്കാം. അല്ല ഇപ്പം എന്ത് ചെയ്യാനാ? കൊച്ചിനെ എല്ലാവരും കൂടെ എടുത്തിട്ട് അങ്ങ് കളിയാക്കുന്നു. ഞാനും കഴിക്കത്തില്ല, അശ്വിനും കഴിക്കത്തില്ല. അശ്വിന്റെ ടേസ്റ്റ് പുള്ളിക്ക് നല്ല രീതിയിൽ അറിയാവുന്ന പോലെ അല്ല, അവനാണെങ്കിൽ മാക്ക മാറ്റം കേൾക്കുന്നുണ്ട്. പിന്നെ കുറെ ആൾക്കാർ 2-3 ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അമ്മയൊന്നും വിളിച്ചില്ല എന്നുള്ള രീതിയിലൊക്കെ. അവന് വേണമെങ്കിൽ വിളിക്കട്ടെ, വേണ്ടെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ കിടന്നപ്പോൾ സംസാരിച്ചിട്ടൊന്നും കാര്യങ്ങളൊന്നും ഇല്ല, അത് വേറെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇങ്ങോട്ട് വന്ന് അമ്മ പാസം അച്ഛ പാസം എന്നൊക്കെ പറഞ്ഞ് വീഡിയോസിൽ വന്ന് പറയായിരുന്നാൽ മാത്രം മതി. പരിപ്പ് കഴിച്ചുകൊണ്ടിരിക്കുന്ന അറിയത്തില്ല. ഓക്കെ, ഇത് ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ കുറച്ചും കൂടെ ചിരിച്ച് സന്തോഷിച്ച ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ജീനൂസിന്റെ വീഡിയോ കണ്ടപ്പോഴാണ്. പുള്ളി എല്ലാവരും തമാശ രീതി ഇങ്ങനെ കളിയാക്കി വിടുന്ന പോലെ ഞാൻ അതൊന്ന് ബാക്കിയൊന്ന് വെച്ച് തരാം. പുള്ളി കുറച്ച് പരിപ്പല്ല പായസമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, പുള്ളി കാഴ്ചുന്നുണ്ട്. വേണ്ട, എന്റെ അനിയത്തിമാർക്ക് ആർക്കും പായസം ഇഷ്ടമല്ല. അവരവരുടെ ജീവിതത്തിൽ പായസം കഴിച്ചിട്ടില്ല. ഇത് OC ഇഷാനിയെ ഇൻഫ്ലുവൻസ് ചെയ്തു, ഇഷാനി OC കൂടി ഹൻസിക്കാനെ ഇൻഫ്ലുവൻസ് ചെയ്തു. ഇഷ്ടമല്ല, കുഴപ്പമില്ല, പായസത്തിന്റെ അത്രയും കുഴപ്പമില്ല. പായസം അയ്യോ ഞാൻ ജനിച്ചിരുന്നവരെ കഴിച്ചിട്ടില്ല. ഞാൻ ഉഷാനി ഹൻസിക്കും. പായസം നിങ്ങൾ എന്തായാലും കഴിക്കും. 3 പ്രത്യേകിച്ച് പാൽപായസം. വെൽക്കം ബാക്ക്. അത് എല്ലാവരും ഓണം ആഘോഷിച്ച് വലിയ സന്തോഷത്തിലിരിക്കുന്ന ഒരു സമയമായിരിക്കും. ഒരിക്കൽ കൂടി എല്ലാവർക്കും
ഇച്ചിരി നീക്കി വെക്കാം, വെറുതെ ബോർ അടിപ്പിക്കുന്നില്ല. അതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് ബോറടി തുടങ്ങും. എയറിലാണോ ഭൂമിയിലാണോ എന്ന് അറിയാത്ത രീതിയിൽ കുഴുങ്ങിയിരുന്ന ഈ ഒരു ഫാമിലി ഒരുപക്ഷെ എയറിൽ തന്നെ ഈ ഒരു വർഷം ഓണാഘോഷം നടന്നേക്കാം. അതായത് അപ്പൂപ്പൻ മരിച്ച ഒരു സംഭവമുണ്ട്, അതുകൊണ്ട് തന്നെ ഇവർക്ക് ഓണം ഈ വർഷം ഇല്ല എന്ന് നിരവധി ആരാധകർ കമന്റ് ഇടുന്നുണ്ടായിരുന്നു. എന്നാൽ എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ചുകൊണ്ട് ഓണം ആഘോഷിക്കാൻ വേണ്ടി കുടുംബം ഒന്നടക്കം ഓണത്തിന് ശേഷം വൈകാതെ തന്നെ ഏറിൽ കയറാൻ, അതായത് ചതയത്തിന് ശേഷം ഉടൻ ഏറിൽ കയറാനുള്ള ഒരു തത്രപ്പാടിൽ തന്നെയാണ് ഈ ഒരു കുടുംബത്തിന്റെ സെലിബ്രിറ്റി കുടുംബത്തിന്റെ ഒരു ഉദ്ദേശം എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താ സംഭവിച്ചത് വളരെ വിശദമായി ചോദിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യം വീഡിയോ കാണുന്നവർ വീഡിയോ നിലയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ്. ചില വെളിപ്പെടുത്തലുകൾ പായസവുമായി, അതായത് ഓണത്തിന്റെ പായസവുമായി ബന്ധപ്പെട്ട് വരുന്ന ചില വീഡിയോകൾ കണ്ടതിന് ശേഷം എന്താണ് അശ്വിൻ ഗണേശിന്റെ അവസ്ഥ? ഓന്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും മീനമ്മയ്ക്കും മീനപ്പനും ഈ ഓണത്തിനെങ്കിലും ഓനെ കാണാൻ സാധിച്ചു, ഊമിയെ കാണാൻ സാധിച്ചു. എന്താണ് സംഭവിച്ചത്? ഓൺ ബൈ ഓണായിട്ട് വരട്ടെ. പരിപ്പുണ്ടപ്പോ ഞാൻ പരിപ്പുണ്ടോ അശ്വിന് പരിപ്പില്ല. അപ്പൊ അശ്വിൻ നീ നിന്റെ കാര്യം നോക്കിയാൽ എനിക്ക് പരിപ്പ് വേണം. ഞാൻ പൊതുവെ പരിപ്പ് കഴിക്കാൻ കണ്ടില്ല. സാമ്പാർ എന്റെ അനിയത്തിമാർക്ക് ആർക്കും പായസം ഇഷ്ടമല്ല. അവരവരുടെ ജീവിതത്തിൽ പായസം കഴിച്ചിട്ടില്ല. ഇത് ഓസി ഇഷാനിയെ ഇൻഫ്ലുവൻസ് ചെയ്തു, ഇഷാനി ഓസി കൂടി ഹൻസിക്കാനെ ഇൻഫ്ലുവൻസ് ചെയ്തു. കിട്ടല്ല, കുഴപ്പമില്ല. പായസത്തിന്റെ അത്രയും കുഴപ്പമില്ല. പായസം അയ്യോ ഞാൻ ജനിച്ചിരുന്നവരെ കഴിച്ചിട്ടില്ല. ഞാൻ ഇഷാനി ഹൻസിക്കും ടേസ്റ്റ് പോലും കേട്ടില്ല. പായസമാണ് ഞാൻ സത്യം പറഞ്ഞ കഴിക്കില്ല, എനിക്ക് ഒട്ടും പറ്റില്ല. അതായത് KKG ഫാമിലിയിലെ കുടുംബത്തിന്റെ കുട്ടികളിൽ ആഹാരം ഒഴികെയുള്ള ഓസിമോൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പായസം തീരെയും താല്പര്യമില്ല, ജീവിതത്തിൽ ഒരു പായസം കുടിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. അത്തരത്തിൽ ഒരുപക്ഷെ കേരളക്കരയെ നടുക്കുന്ന രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് കുടുംബത്തിലെ മുതിർന്ന അംഗം കൂടിയായ ആഹാന മോളാണ്. എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു വീഡിയോ ഇന്നലെ വന്നിരിക്കുന്നു. അതേ ഓസിമോൾ ഇന്നലെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് അശ്വിൻ ഗണേശും ഓസിമോളും സദ്യ കഴിക്കുമ്പോൾ എന്താണ് ഉണ്ടായത്? എന്തായാലും കഴിക്കും. 3 പ്രത്യേകിച്ച് പാൽപ്പായസം. അത് ഏറെ നടുക്കത്തോടെ അല്ലാതെ ഈ ഒരു വീഡിയോ ഓസിമോളുടെ, അതായത് KKG ഫാമിലിയുടെ ആരാധകർക്ക് കണ്ടിരിക്കാൻ സാധിക്കത്തില്ല. അതായത് ജീവിതത്തിൽ ഒരിക്കൽ പോലും പായസം കുടിക്കില്ല, പായസം തങ്ങൾക്ക് ഇഷ്ടമല്ല, ചാകേണ്ടി വന്നാൽ പോലും പായസം കുടിക്കില്ല എന്ന് പറഞ്ഞ താരങ്ങൾ 3 പായസവും പാൽപായസവും അടക്കം കുടിക്കുമെന്നുള്ള വെളിപ്പെടുത്തൽ നടത്തുന്നു. എന്തായിരിക്കും ഈ ഒരു ഫാമിലിക്ക് ഇങ്ങനെ ഒരു പൊരുത്തക്കേട്? അതായത് പറഞ്ഞ വാക്കുകൾ മാറ്റി പറയേണ്ടുന്ന അവസ്ഥ. അല്ലെങ്കിൽ നേരത്തെ നമുക്കറിയാം KKG അമ്മമാരെ ഏറെ സ്നേഹിക്കണമെന്നും ഉപം കൊടുക്കണമെന്ന് പറഞ്ഞ KKG തൊട്ട് പിറ്റത്താഴ്ച നമ്മൾ കണ്ടത് സ്വന്തം അമ്മൂമ്മയെ ആട്ടിയിറക്കുന്ന പുലഭ്യം പറയുന്ന ആഹാന മോളെയാണ്. അങ്ങനെ നിരവധി പൊരുത്തക്കേടുകൾ ഈ ഒരു കുടുംബത്തിൽ കാണുന്നു. ഏറെ ദുഃഖകരമായ അവസ്ഥ തന്നെയാണ്. അതായത് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് മറ്റെവിടെയോ ഒരു ഓണാഘോഷം നടത്തി, അപ്പൂപ്പൻ മരിച്ചിട്ട് ഓണം ഒഴിവാക്കി എന്ന് ആരാധകർ ധരിച്ചിരുന്നപ്പോൾ അങ്ങനെയല്ല, തങ്ങൾ ഓണം ആഘോഷിക്കുന്നു എന്നുള്ള തരത്തിൽ OBOC-യുമായി ബന്ധപ്പെട്ട് ഒരു ഓണാഘോഷം സംഘടിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ആരാധകർ കാത്തിരുന്നത് ഈ ഒരു ഓണത്തിനെങ്കിലും അശ്വിൻ ഗണേശിന്റെ വാപ്പയും ഉമ്മയുമായ മീനമ്മയും മീനപ്പനും ഉണ്ടാകുമെന്നുള്ള വലിയ പ്രതീക്ഷ. അതായത് കൊച്ചിന്റെ ഓമിക്കുട്ടന്റെ ബർത്ത്ഡേക്ക് വന്നില്ല, ഓണത്തിനെങ്കിലും ഒരു വരും. ഓണത്തിനും കൂടി ഒരു വന്നില്ലെങ്കിൽ ഇത് വലിയ ആശങ്കയായിരിക്കുന്നു. അതായത് അവന്റെ അച്ഛനെയും അമ്മയും മോൻ പൂർണ്ണമായി ഉപേക്ഷിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു. അതറിയാൻ വേണ്ടി കാത്തിരുന്ന ജനങ്ങൾക്ക് കനത്ത തിരിച്ചടി. അതായത് ഈ ഒരു ഓണാഘോഷത്തിനും അച്ഛന്റെ ഉമ്മയും ബാപ്പയും വന്നിട്ടില്ല എന്നുള്ളത് ഏറെ ദുഃഖകരമായ അവസ്ഥ. പിന്നീട് എന്താണ് ഉണ്ടായത്? വരട്ടെ. അത് ഞാൻ ഞടുക്കുന്ന വെളിപ്പെട്ടിൽ നമുക്കറിയാം. ഒരു ശുദ്ധ ബ്രാഹ്മണനായ അശ്വിൻ ഓൻ പറയുന്നത്, അതായത് ഓനോട് ഓസിമോള് ചോദിക്കുകയാണ്, അനക്ക് പായസം വേണ്ടേ, പായസം കുടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പിരിയും. അതായത് പാല് കുടിച്ചാൽ പിരിയുന്നൊരവസ്ഥ ഏതൊരു സാഹചര്യത്തിലാണ്. അതായത് അശ്വിൻ നന്നായി മദ്യപിച്ചിരിക്കുന്നു. അശ്വിൻ മദ്യപിച്ച് മതോന്മത്തനായ അശ്വിന്റെ ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെ വ്യക്തമാണ്. പപ്പടം കഴിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ അബ്നോർമാലിറ്റി. അതായത് അശ്വിൻ ഗണേശ് എന്ന് പറയുന്ന ഈ ഒരു പകയൻ ഓൻ ഓണത്തിന് മദ്യപിച്ചിരിക്കുന്നു. മദ്യപിച്ച് മതോന്മത്തനായി ഓന്റെ കൈകൾ വിറയ്ക്കുന്നു, നാവ് കുഴയുന്ന ഒരവസ്ഥ. അതായത് നമുക്കറിയാം കേരളത്തിന് തമിഴ്നാട്ടിൽ നിന്നുള്ള വലിയൊരു സംഭാവന 2-3 ആളുകൾ മാത്രമാണ് ഇത്തരത്തിലുള്ളത്. തമിഴ്നാടിന്റെ ഒരു മകൻ, കേരളത്തിന്റെ ഒരു മരുമകനായ അശ്വിൻ ഗണേശ് ഏതൊരു സാഹചര്യത്തിലായിരിക്കാം ഒരു വിഷയം മദ്യപിക്കേണ്ട ഒരു പായസത്തിന്റെ വിഷയം ഇപ്പൊ ഏതൊക്കെ രീതിയിലായിരിക്കും പോകുന്നത്. സത്യമായി ഞാൻ ഒരുപാട് ചിരിച്ചു കേട്ടോ. പുള്ളിയുടെ ഒരു വീഡിയോ കണ്ട് മൊത്തം ചിരിച്ചൊരു പരിവായി ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, ഞാൻ ജസ്റ്റ് മാത്രം വെച്ചത് മാത്രമേ ഉള്ളൂ. എല്ലാവരും ചോദിക്കും കണ്ടന്റ് ക്ഷാമമാണെന്ന്. ഒരു 5 മിനിറ്റിൻ്റെ കണ്ടന്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഇതും കൂടെ ജസ്റ്റ് ഒന്ന് വെച്ചത് മാത്രമേ ഉള്ളൂ. കണ്ടവർക്ക് കാണാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ബൈ, ലവ് യു ഓൾ ഗൈസ്, ബൈ, ലവ് യു ഓൾ.